നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വനിതാ സംവരണ ബില്ലിനെ കുറിച്ചുള്ള ചർച്ച ഇപ്പോഴും പാർലമെൻറ്റിൽ തുടരുകയാണ്. ലോക്സഭയിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിരവധി ലോക്സഭാ അംഗങ്ങളാണ് സംസാരിച്ചത്. ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും ഈ ബില്ലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ചർച്ചകളും എല്ലാം നമ്മൾ കേട്ടു. മാത്രമല്ല, ഈ ബില്ലിനെ അനുകൂലിച്ചും എതിർത്തും ധാരാളം ചർച്ചകളുണ്ടായി. അതോടൊപ്പം തന്നെ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ രാജ്യത്തെ എല്ലാ എംപിമാരോടും ബില്ലിനെ പിന്തുണയ്ക്കാൻ ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം BJPക്ക് ഇത് ഒറ്റയ്ക്ക് പാസ്സാക്കാൻ കഴിയില്ല. ഇതൊരു ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. അതുകൊണ്ട് തന്നെ 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. ലോക്സഭയിലോ രാജ്യസഭയിലോ സർക്കാരിന് ഈ ഭൂരിപക്ഷമില്ല. അതുകൊണ്ട് തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിപക്ഷ മുന്നണിയിലും അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും സഹായം ഇതിന് ആവശ്യമാണ്. ആ സഹായം ലഭിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ സമൂഹ മാധ്യമ പോസ്റ്റിനെ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും സ്വന്തം മനസ്സാക്ഷിയോട് ചോദിച്ചതിന് ശേഷം തങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലുള്ള അമ്മമാർ, ഭാര്യ, അതോടൊപ്പം തന്നെ മകൾ, ഇവരെയൊക്കെ കുറിച്ച് ചിന്തിച്ചതിന് ശേഷം, സ്വന്തം മനസ്സാക്ഷിയോട് ചോദിച്ചതിന് ശേഷം വോട്ട് രേഖപ്പെടുത്തണം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ സ്ത്രീ ജനങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം അത് രാജ്യത്തിൻ്റെ പാർലമെൻറ്റിലും അതോടൊപ്പം തന്നെ സംസ്ഥാന നിയമസഭകളിലും ഉണ്ടാകണം. അത് പഞ്ചായത്തിൽ മാത്രം ഉണ്ടായാൽ പോരാ, അത് മറ്റു നിയമനിർമ്മാണ സഭകളിലേക്കും ഉണ്ടാകണം. അത് വികസിത ഭാരതത്തിൻ്റെ കരുത്തേകും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പ്രസ്താവിച്ചിരുന്നു. പഞ്ചായത്തുകളിൽ വനിതാ സംവരണമാകാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ലോക്സഭയിലായിക്കൂടാ എന്ന് അദ്ദേഹം ഇന്നലെ ചോദിച്ചിരുന്നു. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ബില്ലിനെ പിന്തുണയ്ക്കണം, പ്രതിപക്ഷം പിന്തുണയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എടുത്ത് സംസാരിച്ചിരുന്നു. ഇന്ന് പാർലമെൻറ്റിലെ ചർച്ചയിൽ അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിച്ചു. രാഹുൽ ഗാന്ധി തൻ്റെ സംഭാഷണത്തിനിടയിൽ തൻ്റെ കുട്ടിക്കാലത്ത് കണ്ട ഒരു മാജിക് ഷോയെക്കുറിച്ച് വിവരിക്കുകയും ആ മാജിക് ഷോയിൽ പങ്കെടുത്ത അല്ലെങ്കിൽ മാജിക് ചെയ്തുകൊണ്ടിരുന്ന ആ ജാലവിദ്യക്കാരനെ പോലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് ഉപമിച്ച് സംസാരിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആ രീതിയിൽ രാഹുൽ ഗാന്ധി പരിഹസിച്ചു. മാത്രമല്ല, രാഹുൽ ഗാന്ധി ഈ നോട്ട് ബന്ദി മജീഷ്യൻ, അതോടൊപ്പം തന്നെ GST മജീഷ്യൻ, അതോടൊപ്പം ഓപ്പറേഷൻ സിന്ദൂർ മജീഷ്യൻ എന്നൊക്കെ പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കളിയാക്കുന്നുണ്ടായിരുന്നു. സ്പീക്കർ ഇതിനിടയിൽ ഇടപെടുന്നു. മാത്രമല്ല, ഭരണപക്ഷവും ഇടപെടുന്നുണ്ട്. ഭരണപക്ഷത്തെ മന്ത്രി കിരൺ റിജിജുവും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും തമ്മിൽ ചർച്ചയ്ക്കിടെ പലവട്ടം കൊമ്പ് കോർക്കുന്നത് നമ്മൾ കണ്ടു. അതായത് അൺപാർലമെൻ്ററി ആയിട്ടാണ് രാഹുൽ ഗാന്ധി ഇവിടെ സംസാരിക്കുന്നത്. കാരണം മജീഷ്യൻ എന്നൊരു വാക്ക് അല്ലെങ്കിൽ ഈ പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രിയെയോ പ്രധാനമന്ത്രിയെയോ ജാലവിദ്യക്കാരനായി ഉപമിക്കുന്നത് പാർലമെൻ്ററി മര്യാദകൾക്ക് ചേർന്നതല്ല എന്ന് അദ്ദേഹം റൂളുകൾ ഉദ്ധരിച്ചുകൊണ്ട് സഭയെ അറിയിച്ചു. അതിനുശേഷം സ്പീക്കറുടെ ഇടപെടലുണ്ടായി. സത്യത്തിൽ കിരൺ റിജിജുവിൻ്റെ ഈ ഇടപെടലിന് മുമ്പ് തന്നെ സ്പീക്കർ ഇടപെട്ട് സംസാരിച്ചിരുന്നു. അതായത് കുട്ടിക്കാലത്ത് ജാലവിദ്യ കാണാൻ പോയതൊക്കെ പാർലമെൻറ്റിൽ പറയേണ്ട കാര്യമാണോ, അതും ഈ വനിതാ സംവരണ ബില്ലും തമ്മിൽ എന്താണ് ബന്ധം എന്നൊക്കെയാണ് സ്പീക്കർ ചോദിച്ചത്. വഴിവിട്ട് രീതി അല്ലെങ്കിൽ വിഷയത്തിൽ നിന്ന് മാറി രാഹുൽ ഗാന്ധി സംസാരിച്ചപ്പോഴൊക്കെ ഈ കഥയൊക്കെ ഇവിടെ പറയേണ്ട കാര്യങ്ങളല്ല എന്ന് സ്പീക്കർ പലതവണ റൂളിംഗ് നൽകുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ നേരിട്ടതെങ്കിൽ പിന്നീട് കർക്കശമായി തന്നെ ഈ കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു. അതായത് ഇത് പാർലമെൻറ്റാണ്, പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റത്തെക്കുറിച്ച് നേരത്തെയും വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തവണ വനിതാ ബില്ലിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നേരത്തെ ബഡ്ജറ്റിനെ കുറിച്ച് പാർലമെൻറ്റിൽ ചർച്ചയുണ്ടായപ്പോഴും രാഹുൽ ഗാന്ധി വഴിമാറി സഞ്ചരിച്ചിരുന്നു. അതേ മാതൃകയിൽ തന്നെ ഇപ്പോഴും വനിതാ ബില്ലിനെ കുറിച്ച് പാർലമെൻറ്റ് ചർച്ച ചെയ്യുന്ന അവസരത്തിൽ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും പാർലമെൻറ്റിൻ്റെ പ്രഭാഷണത്തിൽ പറയുന്നത് രാഹുൽ ഗാന്ധി തുടർന്നു. ഇതാണ് സ്പീക്കറെ പ്രകോപിപ്പിച്ചത്. സ്പീക്കർ അതിൽ ഇടപെട്ടുകൊണ്ട് തന്നെ കൃത്യമായി അത് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ പലതവണ സ്പീക്കറുടെ ഈ റൂളിങ്ങിനെ മറികടക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചെങ്കിലും പിന്നീട് സ്പീക്കർക്ക് വഴങ്ങുകയായിരുന്നു. എന്തായാലും വലിയ ചർച്ചകളാണ് ഈ വനിതാ സംവരണ ബില്ലിനെക്കുറിച്ച് ഈ പാർലമെൻറ്റിൽ നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ പ്രഭാഷണത്തിൽ ഇന്നലെ പ്രതിപക്ഷത്തിന് ചെക്ക് വയ്ക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അതായത് വനിതാ
വനിതാ സംവരണ ബിൽ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത നമ്മുടെ അമ്മമാരും സഹോദരിമാരുമെല്ലാം നമ്മുടെ നിയമനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാകേണ്ടതിൻ്റെ ആവശ്യകത, ഒരു വികസിത രാജ്യം എന്ന നിലയിലേക്ക് ഇന്ത്യ മാറുമ്പോൾ വനിതാ പ്രാതിനിധ്യം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത, ഇതെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. വനിതാ സംവരണ ബില്ല് കാലങ്ങളായി നമ്മുടെ പാർലമെൻറ്റിൻ്റെ പരിഗണനയിലുള്ള ഒരു വിഷയമാണ്. എപ്പോഴൊക്കെ ഈ ബില്ലിനെ എതിർത്തിട്ടുണ്ടോ, ആരൊക്കെ ഈ വനിതാ സംവരണ ബില്ലിനെ എതിർത്തിട്ടുണ്ടോ അവർക്കൊക്കെ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബില്ലിനെ ഇനിയും എതിർത്താൽ അതിൻ്റെ ഫലം ലഭിക്കുക മോദിക്കും BJPക്കുമായിരിക്കും. മറിച്ച് ഈ ബില്ലിനെ അനുകൂലിച്ച് എല്ലാവരും ഒരുമിച്ച് ഇതിനെ പാസാക്കിയാൽ ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറുകയില്ല. ഇതിൻ്റെ ഒരു രാഷ്ട്രീയ ഗുണം ആർക്കും ലഭിക്കുകയില്ല. അതുകൊണ്ട് ഈ ബില്ലിനെ അനുകൂലിക്കുന്നതാകും നല്ലത് എന്ന ഒരു നിലപാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചത്. ഇതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾ എടുത്തോളൂ, ഈ ബില്ല് പാസാക്കാൻ അനുവദിക്കൂ എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഈ രാജ്യം മുഴുവൻ കേൾക്കെ ഈ ലോക്സഭയിൽ പറഞ്ഞത്. അതിന് മറുപടിയായിട്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പ്രസംഗം അല്ലെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത്. പക്ഷേ പഴയ ചില ആരോപണങ്ങൾ അദ്ദേഹം പൊടിതട്ടിയെടുക്കുക, അത് ഈ വനിതാ സംവരണ ബില്ലിനോട് ചേർത്ത് വയ്ക്കുക, ഇങ്ങനെ ഒരു രീതിയാണ് രാഹുൽ ഗാന്ധി ഇന്ന് സ്വീകരിച്ചത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കടന്നാക്രമിക്കുന്നു, അദ്ദേഹത്തെ ഒരു ജാലവിദ്യക്കാരനായി ഉപമിക്കുന്നു. ഈ ജാലവിദ്യക്കാരന് രാജ്യത്തെ ഒരു വ്യവസായിയുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മോദിയും അദാനിയും തമ്മിലുള്ള ബന്ധത്തെ ഒന്നുകൂടി കളിയാക്കുന്നു. അതിനുശേഷം ഈ വനിതാ സംവരണ ബില്ല്, ആ ബില്ലിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ മണ്ഡല പുനർനിർണയ ബില്ല് അത് നരേന്ദ്രമോദിക്ക് അല്ലെങ്കിൽ BJP സർക്കാരിന് നേട്ടമുണ്ടാക്കാൻ, രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനും ഇന്ത്യയുടെ ഒരു തെരഞ്ഞെടുപ്പ് ഭൂപടത്തെ അട്ടിമറിക്കാനുമാണ് BJP ശ്രമിക്കുന്നത് എന്നാണ് അദ്ദേഹം ഇന്നത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞു വച്ചത്.